Hello all, welcome back to Rethink with PBH. നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു മെറ്റീരിയലിന്റെ കംപ്ലീറ്റ് അനാലിസിസ് ആണ്. നമ്മളൊരു ജേർണി സ്റ്റാർട്ട് ചെയ്യുവാണ്. ഈ ഒരു ചാനലിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഒരു വീഡിയോ കണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കുക എന്നുള്ളതിലുപരി നിങ്ങൾ അതിലേക്ക് ഇൻവോൾവ് ചെയ്യിച്ച് നിങ്ങളുടെ അക്കാദമിക്സിലും അതുപോലെ തന്നെ ലൈഫിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഏരിയകളിലൊക്കെ ഒരു സൊല്യൂഷൻ നൽകാൻ ആഗ്രഹിക്കുക എന്നുള്ളതാണ് ഈ ഒരു ചാനലിന്റെ ഒരു മോട്ടീവായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം പ്ലസ് 1 പ്ലസ് 2 സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ സയൻസ് പഠിച്ച് പൂർത്തിയാക്കിയ ഒരു കുട്ടി എപ്പോഴും നമ്മൾ ഒരു സിംഗിൾ എക്സാമിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള അക്കാദമിക്സ് ആണ് എപ്പോഴും ചൂസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് നല്ലതുമാണ് ആ എക്സാമിലേക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫോക്കസ് നമുക്ക് കിട്ടാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. പക്ഷെ പലപ്പോഴും 1.5 ലക്ഷം ആളുകളൊക്കെ എഴുതുന്ന ഒരു പരീക്ഷനെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അതിൽ 1000-ഓ 2000-ഓ ആളുകൾക്കാണ് അത് ക്രാക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൽ നമ്മൾ ഉൾപ്പെടുവാണെങ്കിൽ വളരെ സന്തോഷം. ചില വർഷങ്ങളൊക്കെ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ചില കുട്ടികൾക്ക് എത്രത്തോളം എഫേർട്ട് ഇട്ടാലും ആ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പൊ എല്ലാവരും പറയാറുള്ളൊരു പ്രശ്നം ഇത് ഫൗണ്ടേഷന്റെ ഒരു പ്രശ്നമാണ്, ഫൗണ്ടേഷൻ പ്രോപ്പർ അല്ലാത്തത് കൊണ്ടാണെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഫൗണ്ടേഷൻ ഇല്ലാത്തത് കൊണ്ട് മാത്രമായിരിക്കില്ല, എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഫൗണ്ടേഷൻ മേക്ക് ചെയ്യേണ്ടത് എന്നൊരു ധാരണ നമുക്ക് കിട്ടാത്തതുകൊണ്ടുകൂടി ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇപ്പം പ്ലസ് 1-ലോ പ്ലസ് 2-ലോ പഠിച്ചുകൊണ്ടിരിക്കുകയും അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം കോച്ചിങ്ങുകൾ എടുത്തുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ എന്തൊക്കെ പരീക്ഷകളാണ് നമുക്കൊരു പ്രോപ്പർ ഫൗണ്ടേഷൻ വെച്ച് അപ്പിയർ ചെയ്യാനാവുക എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ മെഡിക്കൽ ഫീൽഡിൽ ഒരു കുട്ടി നീറ്റിനെ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഏറ്റവും കിട്ടാൻ ആഗ്രഹിക്കേണ്ടതും നമ്മൾ ഏറ്റവും നന്നായി പണിയെടുക്കേണ്ടതും നീറ്റിന് വേണ്ടിയാണ്. പക്ഷെ അതുപയോഗിച്ച് തന്നെ നമുക്ക് അപ്പിയർ ചെയ്യാനാവുന്ന വേറെ എക്സാമുകളുണ്ട്. ഇപ്പം മെഡിക്കൽ ഫീൽഡിൽ നീറ്റ് കൂടാതെ അതേ സിലബസിൽ നമുക്ക് അപ്പിയർ ചെയ്യാവുന്ന 2 എക്സാമുകൾ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിംഹാൻസും AIISHും. ഇത്തരം ഓരോ പരീക്ഷകളെയും ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യാം. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ അവസാനം വരെ കാണുവാണെങ്കിൽ ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന മുഴുവൻ എക്സാമുകളെയും അപ്പിയർ ചെയ്യാനുള്ള രൂപത്തിലേക്ക് എങ്ങനെ നമുക്ക് ഗ്രോ ചെയ്യാനാവും എന്നാണ് ഞാൻ സംസാരിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ റിസർച്ച് ഒക്കെ ആഗ്രഹിക്കുന്ന കുട്ടിക്ക് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന എക്സാം ഉണ്ട്, അതുപോലെ നെസ്റ്റ് എക്സാം ഉണ്ട്. എഞ്ചിനീയറിംഗ് മേഖലയിൽ എപ്പോഴും JEE ആണ് എല്ലാവരും ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയ വിറ്റ്സാറ്റും കുസാറ്റും SRM JEEയും VIT-EEE പോലത്തെ പരീക്ഷകളുണ്ട്. ഈ ഓരോ പരീക്ഷനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഈ ചാനലിൽ 1 by 1 ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമ്മൾ പ്ലസ് 1 പ്ലസ് 2 ഒരു ചാപ്റ്റർ പഠിക്കാമെന്ന് വിചാരിക്കാം. ഇപ്പൊ അമൈൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ മെറ്റീരിയലാണ് എന്റെ കയ്യിലുള്ളത്. ഈ മെറ്റീരിയല് ഈ ഒരു പർപ്പസിന് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു മെറ്റീരിയലാണ്. അപ്പൊ ഞാനൊരു വീഡിയോ വന്ന് പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഡെലിവറബിൾസും കൊണ്ടായിരിക്കും ഞാൻ ആ വീഡിയോയിൽ പ്രസന്റ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പൊ നിങ്ങൾ അമൈൻസ് പറഞ്ഞ ചാപ്റ്റർ നിങ്ങളുടെ ട്യൂഷൻ സെന്ററിലോ സ്കൂളിലോ അതല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് സ്കൂളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ റിപ്പീറ്റർ ബാച്ചിലോ ഒക്കെ നിങ്ങൾ അമൈൻസ് ചാപ്റ്റർ തീർന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് അവിടുന്ന് പ്രോപ്പർ ആയ ക്ലാസ്സുകൾ ലഭിച്ചു, നിങ്ങൾ അതിന്റെ ക്ലാസ് റൂം വർക്ക്ഔട്ട് സെഷൻസിൽ പങ്കെടുത്തു, അവിടുത്തെ ചാപ്റ്റർ വൈസ് എക്സാമിന് അറ്റൻഡ് ചെയ്തു. ഇതെല്ലാം ശേഷമാണ് നിങ്ങൾ ഈ മെറ്റീരിയൽ എടുക്കേണ്ടത്. ആ മെറ്റീരിയൽ നിങ്ങൾ എടുത്തതിന് ശേഷം ആ മെറ്റീരിയലിന്റെ ഒരു ഓവർവ്യൂ ഞാൻ ഇത് കാണിക്കാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ആ മെറ്റീരിയൽ നമ്മൾ എടുത്തതിന് ശേഷം ഞാൻ ആ മെറ്റീരിയലിനെ സ്ട്രക്ചറൈസ് ചെയ്തിരിക്കുന്ന രീതി ഞാനൊന്ന് കാണിക്കാം. അതായത് ഇപ്പം ഞാൻ നേരത്തെ പൊക്കി കാണിച്ചത് അമൈൻസ് പറഞ്ഞ ചാപ്റ്റർ ആണ്. ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് പറഞ്ഞ ചാപ്റ്റർ ആണ്. ആ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ആ പഠിച്ച കാര്യം വെച്ച് നീറ്റ് എക്സാമിന് എന്തെല്ലാം ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്, എത്ര ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നീറ്റിന് ആ ചാപ്റ്ററിന് വന്നിട്ടുള്ളത്, ഇതാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയലിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. നീറ്റ് കഴിഞ്ഞാൽ JEEയിൽ നിന്ന് ആ ചാപ്റ്ററിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞ കീം എക്സാമിന് കേരളത്തിന്റെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിലെ അതിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ കുസാറ്റ് എക്സാമിന് ഈ ചാപ്റ്ററിന് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് റിസർച്ച് ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഇന്ത്യയിലെ വിവിധ ഐസറുകളിലേക്ക് നടത്തുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ റിസർച്ച് ഇന്റഗ്രേറ്റഡ് MSc ഒക്കെ ലഭിക്കുന്ന മറ്റൊരു എക്സാമാണ് നെസ്റ്റ്, അതിലേക്കുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ VIT-EEE എഞ്ചിനീയറിംഗ് എക്സാം ആണ്, വെല്ലൂരിലുള്ള എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള എൻട്രൻസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലേക്കുള്ള ബിറ്റ്സാറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ SRM JEEന്റെ എൻട്രൻസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് CUET, നിങ്ങളൊരു ഡിഗ്രി നല്ല കോളേജിൽ എടുക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനും ഇപ്പൊ എൻട്രൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഇതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. അപ്പം ഈ ഒരു മെറ്റീരിയലിന്റെ ഒരു ഓവർവ്യൂ ആണ് ഞാൻ തന്നത്. അപ്പൊ ഇതിൽ ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ, ആൻസറുകൾ എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിക്കുവാണെങ്കിൽ
വളരെ പ്രോപ്പർ ആയിട്ട് അതിന്റെ താഴെ അതിന് ആൻസർ കീ ഉണ്ട്. മാത്രമല്ല ഇതിന്റെ 1 by 1 ആയി, അതായത് ഇപ്പൊ ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും +2 മുഴുവൻ മെറ്റീരിയൽസ് എടുത്ത് നോക്കുവാണെങ്കിൽ 50ഓളം ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ 50 ചാപ്റ്ററിന്റെയും മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ റെഡിയാണ്. ഞാൻ അതെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ യൂട്യൂബ് വീഡിയോന്റെ താഴെ ഒരു കമന്റ് ചെയ്യാന്നുള്ളതാണ്. അതിന്റെ റിപ്ലൈ കമന്റ് ആയിട്ട് ലിങ്ക് വഴി നിങ്ങൾക്ക് അത് ലഭിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇതെല്ലാം ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ചാനലിലും വളരെ അപ് ടു ഡേറ്റ് ആയിട്ട് എപ്പോഴാണോ മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്ത് ഇതുപോലത്തെ ഒരുപാട് മെറ്റീരിയലുകൾ നമ്മളിനി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നത്. അപ്പോൾ അതിന്റെ അപ്ഡേറ്റുകളൊക്കെ ആ ഇൻസ്റ്റഗ്രാം കമ്മ്യൂണിറ്റി ചാനലിലായിരിക്കും നമ്മൾ അറിയിക്കുന്നുണ്ടാവാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ഈ മെറ്റീരിയൽസ് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കൂൾ അക്കാദമിക്സിന്റെ കൂടെ, നിങ്ങളുടെ ട്യൂഷൻ അക്കാദമിക്സിന്റെ കൂടെ, നിങ്ങൾ ഏതെങ്കിലും ഇന്റഗ്രേറ്റഡ് സ്കൂളിലോ റിപ്പീറ്റർ ബാച്ചിലോ ഒക്കെ പഠിക്കുകയാണെങ്കിൽ അതിന്റെ അക്കാദമിക്സിന്റെ കൂടെ 1 ഫൗണ്ടേഷൻ മൾട്ടിപ്പിൾ എക്സാം എന്നുള്ള രൂപത്തിൽ നമ്മൾ പഠിക്കുന്നത് വളരെ സേഫ് ആയിരിക്കും. കാരണം നമ്മൾ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയി ഇന്ന എക്സാം തന്നെ എനിക്ക് കിട്ടും എന്ന് വിചാരിച്ച് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇന്ത്യയിൽ ഒരു കോമ്പറ്റേറ്റീവ് ആംബിയൻസും ഒരു കോമ്പറ്റേറ്റീവ് അറ്റ്മോസ്ഫിയറും കാരണം ചിലപ്പോൾ നമ്മൾ ആ എക്സാം ക്രാക്ക് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ റിയാലിറ്റികൾ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ കൃത്യമായി സ്റ്റെപ്പുകൾ എടുത്തു വെക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ സ്റ്റെപ്പുകളിലേക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് നമ്മൾ ഈ തരത്തിലുള്ള വീഡിയോസും ഇത്തരത്തിലുള്ള മെറ്റീരിയൽസും ഒക്കെ അലൈൻഡ് ആക്കി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പൊ ഈ ഒരു ചാനലിൽ ഇനിയും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകളും മെറ്റീരിയൽസിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോകളും നിങ്ങളെ പഠനത്തിന് ഹെൽപ്ഫുൾ ആവുന്ന സ്ട്രാറ്റജി വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഇത് ഹെൽപ്ഫുൾ ആവാൻ സാധ്യത ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആൾക്കാരിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഓഫ്ലൈൻ ആയിട്ട് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ക്ലാസ്സിൽ പറഞ്ഞ ചില കാര്യങ്ങൾ സ്ട്രൈക്ക് ചെയ്തെന്നും അത് ലൈഫിനെ സ്വാധീനിച്ചെന്നും ഒരുപാട് കുട്ടികൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ചാനൽ ചെയ്യുന്ന കാര്യങ്ങൾ വഴി പലപ്പോഴും നിങ്ങൾ അറിയാത്ത ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയും ഇത്രയും മത്സര പരീക്ഷകൾ അപ്പിയർ ചെയ്യാനുണ്ടായിരുന്നോ എങ്കിൽ കൃത്യമായ ഫൗണ്ടേഷനോടെ സ്കൂളിലെ ക്ലാസ്സുകളുടെയും അതുപോലെ കോച്ചിങ് സെന്ററുകളുടെ ക്ലാസ്സുകളുടെയും കൂടെ തന്നെ ചാനലിലെ വരുന്ന വീഡിയോസിനെ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ഒരു സിസ്റ്റവും ഒരു ഹാബിറ്റും ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും അതിന് ഹെൽപ്ഫുൾ ആവുന്ന ഡെലിവറബിൾസ് എനിക്ക് നൽകാനും സാധിക്കുന്നുവെങ്കിൽ ഭയങ്കര അടിപൊളിയായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള കണ്ടന്റുകളും ഏത് തരത്തിലുള്ള സ്ട്രാറ്റജി വീഡിയോസും ഒക്കെ ആണെങ്കിൽ വേണ്ടതെന്ന് നിങ്ങൾ കമന്റ് ചെയ്താൽ അത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും.